നിലപാട് ആരെടുത്തത്? ആ നിലപാട് ആരെടുത്തത്? ആരാണ് അങ്ങനെ എംബ്ലം വെക്കുന്ന നിലപാടെടുത്തത്? നിങ്ങളാണോ? ഞാനെടുത്തിട്ടില്ല. എൻ്റെ പറഞ്ഞ പ്രസ്താവന നിങ്ങൾ നേരത്തെ വന്നില്ല. എൻ്റെ പ്രസ്താവന ഒന്ന് റിപ്പീറ്റ് ചെയ്തിട്ടോ നിങ്ങൾ? ഒന്ന് റിപ്പീറ്റ് ചെയ്യ് പ്ലീസ്. ഇവിടെ നേരത്തെ റിപ്പീറ്റ് ചെയ്തു കറക്റ്റായിട്ട്. നിങ്ങളൊന്ന് പറഞ്ഞേ. അങ്ങനെയല്ലേ? വളരെ കറക്റ്റാണ്. എംബ്ലം വെക്കുന്നത് തെറ്റില്ല എന്നുള്ളത് നിങ്ങൾ പ്രധാനമന്ത്രിയുടെ ഫോട്ടോ വെക്കുന്നതാക്കി. മിസ്റ്റർ, ആ എംബ്ലത്തിനകത്ത് പ്രധാനമന്ത്രിയുടെ ഫോട്ടോ ഉണ്ടോ? നിങ്ങൾ കാണിച്ചതേ. നിങ്ങൾ എന്നാൽ ഇതങ്ങ് നമുക്ക് നോക്കിയിട്ട് പോകാമല്ലോ. ഏതായാലും ബാക്കിയുള്ളവർ പോയാലും നമുക്കൊന്ന് സംസാരിക്കാമല്ലോ. നിങ്ങളിത് ഈ എംബ്ലത്തിന് പുറത്ത് ഇത് ഞാനതിൻ്റെ മിനിസ്റ്ററാണ്. ഈ എംബ്ലത്തിൻ്റെ പുറത്ത് ഇതിങ്ങനെ നോക്കിയാൽ ആരെയും കാണുന്നുണ്ടോ? ഏതെങ്കിലും പ്രധാനമന്ത്രി മുഖ്യമന്ത്രിനെ തോന്നുന്നുണ്ടോ നിങ്ങൾക്ക്? ഇത് തുടരുന്നല്ല. 1,60,000 നിങ്ങൾ കൈരളിയുടെ സർക്കാർ കൊടുത്തു കഴിഞ്ഞാവണ. ഉണ്ട് ഉറപ്പുണ്ട്. ആർക്ക് നിങ്ങൾക്ക് അറിയാം? നിങ്ങൾ പറഞ്ഞില്ലെങ്കിൽ നാട്ടുകാർക്ക് അറിയാമല്ലോ. സർക്കാർ കഴിഞ്ഞ 10 കൊല്ലത്തെ സർക്കാർ സ്പോൺസർമാരാണ് കൈരളി. നിങ്ങൾ സർക്കാരിൻ്റെ ചെലവിൽ ജീവിക്കുന്ന ഞങ്ങൾ ആരോപണം ഉന്നയിക്കുന്നു. നിങ്ങൾ പറഞ്ഞോളി, എന്താ പ്രശ്നം? ഇടതുപക്ഷ സർക്കാരിൻ്റെ CPMൻ്റെ ഔദ്യോഗിക ചാനലാണ് കൈരളി. ഞങ്ങൾ കാണുന്ന അങ്ങനെ തന്നെയാണ്. വേറെ ആര് ചോദിക്കുന്ന പോലെയല്ല ഞാൻ പറയണത്. ഞങ്ങൾക്കുണ്ടോ ചാനൽ? ഏതെയുണ്ടോ ചോദിക്കുക? ഞങ്ങളുണ്ടോ? ഞങ്ങൾക്ക് ഏതെയുണ്ടോ? ഉണ്ടെങ്കിൽ പറഞ്ഞു. ഇതിലേതെങ്കിലും ചാനൽ നമ്മളതുണ്ടോ? വടി ഇല്ലല്ല. അപ്പോൾ ഞങ്ങൾ ഇല്ലാത്ത കൈരളിയല്ല. പാർട്ടിയൊക്കെ നല്ലതാണ്, എല്ലാവർക്കും പറയും. എനിക്ക് കൃത്യമായ രാഷ്ട്രീയമുണ്ട്. പക്ഷെ നുണ പറയരുത്. നുണ. ഞാൻ പ്രധാനമന്ത്രിയുടെ ഫോട്ടോ വെക്കുന്ന എംബ്ലം എന്ന് പറഞ്ഞിട്ടില്ല മിസ്റ്റർ. പറയാതെ നിങ്ങൾ തന്നെ കൊടുക്കുക. പിന്നെ നിങ്ങൾക്ക് കൊടുക്കുക, കൈരളിക്ക് പിന്നെ കൊടുക്കുക. അതുകൊണ്ട് ഞാൻ വിടുന്നു. ആ വീഡിയോ കാണിച്ചാൽ ഒന്ന് അപ്ലൈ ചെയ്യും പ്ലീസ്. ഇപ്പം തന്നെ അപ്ലൈ ചെയ്യും. മോഡിയുടെ പടം ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ഈ പദ്ധതിയിൽ നിന്ന് യഥാർത്ഥത്തിൽ പണമില്ലാത്തതുകൊണ്ട് പിന്മാറി. അതാണ് വസ്തുത. ഒന്ന് വീഡിയോ ഒന്ന് പ്ലീസ്. അതെ അതിനകത്ത് പറയും. അതിന് പ്രധാനമന്ത്രി നിന്നുണ്ടോ? ഞാൻ കണ്ട വീഡിയോ അത് ഇദ്ദേഹം ചോദിച്ചു. റിപ്പോർട്ടറിൻ്റെ ചാനൽ പിന്നെ ലേഖകനോട് ചോദിച്ചു ഇതേ ചോദ്യം. അതിനെ ഉത്തരം പറഞ്ഞു. പ്രധാനമന്ത്രി സുഹൃത്ത് ഞങ്ങളോട് അല്ലട്ട പറയണത്. എനിക്ക് ഇല്ല. ഞാൻ അങ്ങനെ ഒരു വാക്ക് പ്രയോഗിച്ചിട്ടില്ല. ആ വാക്ക് ഞാൻ പ്രയോഗിക്കുകയില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്കുള്ളതുപോലെ തന്നെ അത്തരം ഒരു രാഷ്ട്രീയ സമീപനം എനിക്കുണ്ട്. വ്യത്യസ്തമായിരിക്കാം. നിങ്ങൾ പറയുന്നത് ഞാൻ പറയുന്നത് വ്യത്യാസം ഉണ്ടാവും. പക്ഷേ എനിക്ക് ആ രാഷ്ട്രീയ സമീപനമുണ്ട്. അതെല്ലായിടത്തോളം ഞാൻ പ്രധാനമന്ത്രിയുടെ ഫോട്ടോ വെക്കുന്ന പ്രശ്നമല്ല. ഒരു മനുഷ്യൻ്റെ ആത്മാഭിമാനത്തെ ഇല്ലാതാക്കുക. അങ്ങനെയാണ് EMS പദ്ധതിൻ്റെ പേര്. എൻ്റെ അഭിപ്രായം EMS ഭവന പദ്ധതി എന്ന് പറഞ്ഞിട്ട് ഒരു മനുഷ്യൻ അതിൻ്റെ EMSൻ്റെ പേരിൽ EMS ഒരു രാഷ്ട്രീയ നേതാവാണ്. അദ്ദേഹത്തിൻ്റെ പേരിൽ ഈ നാട്ടിൽ അർഹതപ്പെട്ട ഒരാൾ വീട് വാങ്ങുമ്പോൾ അയാൾ ജീവിതകാലം മുഴുവൻ EMSൻ്റെ പേരും വെച്ച് ആ വീട്ടിൽ കിടന്നുറങ്ങണം എന്ന് പറയുന്നത് മോശമാണെന്നുള്ള അഭിപ്രായക്കാരനാണ് ഞാൻ. അതുപോലെ തന്നെയാണ് അതേസമയത്ത് മുൻ മുഖ്യമന്ത്രി എന്ന് പറഞ്ഞാൽ കൊടുക്കാം, പ്രധാനമന്ത്രി എന്ന് പറഞ്ഞാൽ കൊടുക്കാം. പക്ഷേ പ്രധാനമന്ത്രിയുടെയോ മുഖ്യമന്ത്രി ബഹുമാനപ്പെട്ട VD സതീശൻ്റെയോ അതല്ലെങ്കിൽ ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ്റെയോ ഫോട്ടോ വെച്ചിട്ടല്ല ഒരു വീടും കൊടുക്കേണ്ടതെന്നുള്ളതാണ് ഞാൻ നിൽക്കുന്നത്. അതിൽ പിന്നെ മുഖ്യമന്ത്രി പറഞ്ഞ അഭിപ്രായത്തോട് ഞാൻ പഴയ മുഖ്യമന്ത്രി പറഞ്ഞ ഇപ്പോഴത്തെ പ്രതിപക്ഷ നേതാവ് പറഞ്ഞ അഭിപ്രായത്തോട് യോജിക്കുന്നു. പക്ഷേ ഒറ്റ കാര്യമുള്ളൂ, അദ്ദേഹം അത് പറഞ്ഞത് അടിസ്ഥാനരഹിതമാണ്. കാരണം ഈ പദ്ധതിയിൽ എവിടെയും 1,00,000 ഞങ്ങളോട് പറയാം, നിങ്ങൾ എന്നോട് തർക്കിക്കാൻ നിൽക്കണ്ട. 1,60,62,000 വീടുകൾ കൊടുത്തു. ആ വീടുകൾ നിങ്ങൾക്ക് കാണണമെങ്കിൽ നിങ്ങൾ കുടുംബശ്രീയുടെ പിന്നെ സൈറ്റിൽ ഒന്ന് കയറി നോക്കിയാൽ മതി. നിങ്ങൾ പിന്നെ ഇതിൻ്റെ ലൈഫ് മിഷൻ്റെ സൈറ്റിൽ കയറിയാൽ നിങ്ങൾക്ക് പ്രത്യേകിച്ച് കാണാം. അർബൻ ഏരിയകളിൽ ഇത്ര കൊടുത്തു, പിന്നെ 36,000 പിന്നെ 1,28,000 അർബൻ ഏരിയയിലും റൂറൽ ഏരിയയിലും 36,000 വീടും കൊടുത്തു എന്ന് സൈറ്റിലുണ്ട്. ഞാൻ പറയുന്നതല്ല, ആ സൈറ്റ് മെയിൻറ്റെയിൻ ചെയ്ത് കഴിഞ്ഞ സർക്കാരാണ്. ആ വീടുകളിൽ നിങ്ങൾ പോയി നോക്കിയിട്ട് എവിടെയെങ്കിലും പ്രധാനമന്ത്രിൻ്റെ ഫോട്ടോ കാണിച്ചു തരും. നിങ്ങൾ ഈ ലോഗോ വെക്കണം. ഈ ലോഗോ വെക്കണമെന്ന് ഇൻസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത് ആ കൊടുക്കുന്നത് സർക്കാരാണ്. ഈ ലോഗോ നിർബന്ധമായിട്ട് ആ ലോഗോ വെക്കണം എന്ന ഇതാ സർക്കുലർ. ഞാൻ വെറുതെ അല്ലല്ലോ സർക്കുലറായി കാണിക്കണം. ഈ സർക്കുലറിൽ പറയുന്നത് നിർബന്ധമായി ലോഗോ വെക്കണം എന്നാണ്. പിന്നെ എൻ്റെ പേരിൽ ഉള്ളത് പറയാമെന്ന് പൊതുവേ നമ്മൾ പിന്നെ ഞാൻ നാളെ പറഞ്ഞു, നിങ്ങൾക്ക് പിന്നെ മദ്യത്തിൻ്റെ വീര്യം കുറഞ്ഞ അല്ല പ്രശ്നം, എൻ്റെ വീര്യം കുറഞ്ഞു പോയതാണ്. അല്ലാതെ അതല്ല. പക്ഷേ എന്തിനാ വെറുതെ പറയണത്? നോണ പറയണത് എന്തിനാണ് ആവശ്യമില്ലാതെ? നമ്മൾ ഉത്തരവാദപ്പെട്ട സ്ഥാനത്തിരുന്ന് പറയും. അതിന് വെറുതെ ഈ കഥകൾ ഇങ്ങനെ പിന്നെന്താ ചെരുപ്പിൻ്റെ വാറ കഴിക്കുമ്പോഴും നോടെ ലോകം സഞ്ചരിക്കുന്നു എന്ന് പറഞ്ഞ മാതിരിയാണ്. എന്തിനാ അത് പറയുന്നത്? അത്രയേ ഉള്ളൂ. അല്ല, മന്ത്രിയാകുമ്പോൾ നമുക്ക് ഉത്തരവാദിത്തങ്ങൾ കൂടും. നമുക്ക് നോക്കാനുള്ള ഒരു പ്രതിപക്ഷവും ഭരണപക്ഷവും ഞാൻ പലവണ പറഞ്ഞു, രണ്ട് തരത്തിൽ തന്നെയാണ് കൈകാര്യം ചെയ്യേണ്ടത്. അത് ജനാധിപത്യത്തിൻ്റെ ഒരു സൗന്ദര്യമാണ്. ഒരാൾ പിന്നെ ഭരണത്തിലെത്തുമ്പോൾ നമ്മുടെ മുമ്പിൽ വരുന്ന ഇഷ്യൂസുകൾ നമ്മൾ എങ്ങനെ പരിഹരിക്കാൻ പറ്റും നോക്കുന്നല്ലാതെ അപ്പോഴും നമ്മൾ വർത്തമാനം പറഞ്ഞ് നടക്കലല്ല നമ്മളുടെ പണി. ഞാൻ LSGD വകുപ്പ് നിങ്ങൾക്ക് അറിയാം, കേന്ദ്രത്തിൽ തന്നെ 3 മന്ത്രിമാരാണ് ചെയ്യുന്നത്. നമുക്ക് അത്രയ്ക്ക് ലോഡാണ്. ഇപ്പോൾ നാളെ
പിന്നെ ഡൽഹിയിൽ പോയാൽ 3 ദിവസം കഴിഞ്ഞാൽ പിന്നെയും പോകണം. അവിടെ 3 മന്ത്രിമാരുണ്ട്, ഇവിടെ നമുക്കൊരു മന്ത്രിയാണുള്ളത്. അപ്പോൾ ഒരുപാട് അങ്ങനെ പറയണത് വെച്ചാൽ സാധാരണക്കാരനെ തൊടുന്നൊരു വകുപ്പാണ്, അതിൻ്റെതായ ബുദ്ധിമുട്ടുകളുണ്ട്. അത് ഏൽപ്പിച്ചാൽ നമുക്കത് ചെയ്യുന്നു, അല്ലാതെ അതൊരു ഒളിച്ചോട്ടോ നിലപാടുകളിൽ നിന്നുള്ള ഒഴിഞ്ഞു മാറി പോകലോ എന്നല്ല. ഓ അല്ല, കൂടുതൽ ഉത്തരവാദിത്വ ബോധം നമ്മൾ കാണിക്കേണ്ട, ഉത്തരവാദിത്വം നമ്മൾ ഏൽപ്പിച്ചു എന്നുള്ള സത്യപ്രതിജ്ഞ ചെയ്തിട്ടല്ല നമ്മൾ ഉത്തരവാദിത്വം ഏൽക്കുന്നത്. ആ റെസ്പോൺസിബിലിറ്റി നിർവഹിക്കാൻ ശ്രമിക്കുന്നു. എത്രത്തോളം കഴിയുന്നുള്ളതൊക്കെ നാളെ പറയേണ്ടതാണ്. ശ്രമിക്കുന്നു മാത്രം. പൊതുവിൽ ഈ കേന്ദ്രവുമായിട്ട് കേന്ദ്രം വീതം തരുന്നില്ല എന്നുള്ളതൊക്കെ പഴയ കഥയാണ്, വസ്തുതയാണ്. പക്ഷേ കേന്ദ്രവുമായിട്ടൊരു ഉടക്കിലേക്ക് പോകേണ്ടതില്ല എന്നുള്ളതാണോ പൊതുവിലുള്ള ഒരു നിലപാട്? അതായത് ഒരു സഹവർത്തിത്വത്തിൽ പോവുക, എന്നിട്ട് ആനുകൂല്യങ്ങൾ നേടിയെടുക്കുക, അല്ലാതെ പ്രതിഷേധം അങ്ങനെയല്ല. നിലപാടുകളിൽ വിട്ടുവീഴ്ചയില്ലാതെ നമ്മൾക്ക് സാധാരണക്കാരായ ജനങ്ങൾക്ക് കിട്ടേണ്ട ആനുകൂല്യങ്ങൾ അനാവശ്യമായ തർക്ക വിതർക്കങ്ങളിൽ നഷ്ടപ്പെടുത്തേണ്ടതില്ല എന്ന നിലപാടാണ്. അതെന്തുകൊണ്ടെന്ന് വെച്ചാൽ കേന്ദ്രത്തിൽ നിന്ന് കിട്ടുന്ന പൈസയോ കേരളത്തിൽ നിന്ന് കിട്ടുന്ന പൈസയോ ഏതെങ്കിലും മുഖ്യമന്ത്രിയുടെയോ പ്രധാനമന്ത്രിയുടെയോ വീട്ടിലെ പൈസയല്ല, നിങ്ങളുടെയും എൻ്റെയും നികുതി പണമാണ്. ആ നികുതി പണം എത്രമാത്രം ജനങ്ങളിലേക്ക് സർക്കുലേറ്റ് ചെയ്യാൻ പറ്റും, എത്തിച്ചു കൊടുക്കാൻ പറ്റും എന്നുള്ളതാണ് നമ്മൾ ഇതിനിടയിൽ നിൽക്കുന്ന മന്ത്രിമാരായാലും MLA മാരായാലും മുഖ്യമന്ത്രി ആയാലും ഒക്കെ നമ്മളുടെ ഡ്യൂട്ടി എന്ന് പറയുന്നത്. ഒരു ഫെഡറൽ സ്റ്റേറ്റിനകത്ത് സെൻട്രൽ ഗവൺമെൻറ്റിൽ നിന്ന് കിട്ടുന്ന വിഹിതത്തെ കൃത്യമായി കൊണ്ടുവന്ന് കേരളത്തിലെ ആളുകൾക്ക് വിതരണം ചെയ്യേണ്ട ബാധ്യത. ഇപ്പോൾ കഴിഞ്ഞ ഇടതുപക്ഷ സർക്കാർ പോലും ഏതെല്ലാം കാര്യങ്ങളിൽ എന്തെല്ലാം കേന്ദ്രമന്ത്രി, ഇപ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ വിമർശിക്കുന്ന പ്രതിപക്ഷത്തെ നേതാവ് എന്ന് പറയുന്നത് രാഹുൽ ഗാന്ധിയാണ്. രാഹുൽ ഗാന്ധി ഏറ്റവും കൂടുതൽ വിമർശിക്കുന്ന അദാനിയുടെ പോർട്ട് നമ്മൾ എതിർക്കാൻ പോയോ? കാരണം അത് കേരളത്തിൻ്റെ വികസനത്തിന് ഉപകാരപ്രദമാക്കാവുന്ന ഒന്നാണ്. അതുകൊണ്ട് തന്നെയാണ് ആ പോർട്ടിൻ്റെ കാര്യത്തിൽ. അപ്പോൾ പല കാര്യങ്ങളിലും നമുക്ക് ജനങ്ങൾക്ക് കിട്ടേണ്ടുന്ന ആനുകൂല്യങ്ങളെ നമ്മളുടെ ഏതെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങളുടെയോ അനാവശ്യമായിട്ടുള്ള വിവാദങ്ങളുടെയോ പേരിൽ നഷ്ടപ്പെടുത്തരുത്. എന്നാൽ ആദർശപരമായ വിട്ടുവീഴ്ചകൾ അതിലൊന്നും പാടില്ല എന്നതുമാണ് ഞങ്ങൾ എടുക്കുന്ന ഒരു സ്റ്റാൻഡ്. അത്രയുള്ളൂ. ഇല്ല, അതിനാ നിലപാടുള്ളത്. അതാണ് യഥാർത്ഥ നിലപാട്. നമ്മളുടെ ഉത്തരവാദിത്തങ്ങൾക്ക് അകത്ത് നിന്നുകൊണ്ട് നമ്മൾ വളരെ കൃത്യമായിട്ട് നമ്മളുടെ എന്തായാലും നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്ന നിലപാട്, ആ നിലപാട് കുറച്ചുകൂടെ പ്രാക്ടിക്കലായിട്ട് പറയാൻ പറ്റുന്നുള്ളതാണ്. പറച്ചിൽ നിർത്തുക, ചെയ്യാൻ പറ്റുന്നുള്ളതാണ്. പറഞ്ഞുകൊണ്ടേ ഇരിക്കേണ്ട സമയം കഴിഞ്ഞു, ചെയ്യേണ്ട സമയമാണ്. ജനങ്ങൾ ഞാനിങ്ങനെ ഒരു 10 വർഷം പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ ജനങ്ങൾ പറഞ്ഞു നിർത്ത്, ഇനി നീ പണിയെടുക്ക് എന്ന് പറഞ്ഞു. ആ പണി നമ്മളെ ഏൽപ്പിക്കുകയാണ്. അപ്പം പറഞ്ഞുകൊണ്ടിരുന്ന ഒരു കാലത്തിൽ നിന്ന് മാറണതാണ്. അതൊക്കെ ഒരു സാമാന്യ യുക്തിയുടെ പ്രശ്നമല്ലേ?